ഹായ് കുട്ടികളെ, എന്നും മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് കറിക്ക് എന്തെങ്കിലും മേടിക്കാനേ. അപ്പോൾ മീനുകളാണ് ഇതൊക്കെ. ഉണ്ടോ, ഈ മീനുകളൊക്കെ കിലോ 100, 150 ഇതൊക്കെയാണ്. കണ്ടോ, പെണ്ണുങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ട് മീൻ നന്നാക്കി കൊടുക്കുന്നത് കണ്ടോ. അപ്പോൾ മീൻ മേടിച്ചാൽ അവിടെ തന്നെ ഇരുന്നിട്ട് നന്നാക്കിയിട്ട് നമുക്ക് പിന്നെ കൊണ്ടുപോയി കഴുകിയാൽ മതി. വേറെ എന്താ വെച്ചാൽ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ ഒന്ന് ഫ്രഷ് മീൻ തിന്നണമെന്ന് പൂതിയുണ്ടെങ്കിൽ ഇവിടെ തന്നെ മീൻ വാങ്ങി അവർ നന്നാക്കി തരും. നമ്മൾ എന്താ കിലോന് 20 റുപ്യ എന്താ കൊടുത്താൽ മതി. അപ്പം പിന്നെ വാടകയ്ക്ക് പാത്രങ്ങളും കിട്ടും. ചീഞ്ചട്ടി, പിന്നെ കറി വെക്കാനുള്ള ചട്ടി, ഗ്യാസിൻ്റെ അടുപ്പ്, അങ്ങനെ കത്തി, ചിരവ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ വാടകയ്ക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ മേടിക്കുക. പിന്നെ അരിയും സാധനങ്ങളും മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 10 റുപ്യയുടെ പാക്കറ്റ് ഉണ്ട്. മുളക് പൊടി 10 റുപ്യ, മഞ്ഞൾപ്പൊടി 10 റുപ്യ, മല്ലിപ്പൊടി 10 റുപ്യ. കണ്ട മീൻ കൊട്ടണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഇനിയിപ്പോൾ പുളിയാണെങ്കിലും 10 റുപ്യക്ക് കിട്ടും. അപ്പോൾ ഒരു നേരത്തിന് വെക്കാനുള്ള സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, പലർക്ക് കടയിൽ നിന്ന്. അപ്പോൾ അതൊക്കെ മേടിക്കുക. മേടിച്ച് കഴിഞ്ഞിട്ട് അവിടെ റൂമിൽ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പൊരിച്ച് തിന്നാം, അല്ലെങ്കിൽ കടലിൻ്റെ അവിടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിലോ അങ്ങനെയൊക്കെ ആയിട്ട് പൊരിച്ച് തിന്നാനൊക്കെ ഇവിടെ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ വിവരങ്ങൾ പറയാച്ചിട്ടാണ് വീണ്ടും വീഡിയോസിൽ വന്നത്. അതാണ് കണ്ടില്ലേ മീൻ, നോക്കി ഒരു പുതിയ മീൻ, ഒരു 2 കിലോൻ്റെ മേലുണ്ടാവും ആ മീൻ. നാട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പം ഞാൻ തന്നെ ഇപ്പം ആദ്യമായിട്ട് കാണുക, അവിടെ കാണുകയാണ് ഞാൻ ആ മീൻ. കണ്ടില്ലേ, ഇതായിരിക്കണം ഒരെണ്ണം 2 കിലോൻ്റെ അടുത്തുണ്ട് ആ മീൻ. എന്നോട് പറഞ്ഞ് 100 റുപ്യാണെങ്കിൽ കൊണ്ടുപോയിക്കോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും മീൻ വേണ്ട, അത്ര വലുത് വേണ്ട. നെറുകയുടെ അടുത്താണ് മാർക്കറ്റ്. ഇപ്പോൾ ആവശ്യക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിച്ച മീനാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രം. അടുത്ത വിശേഷങ്ങളുമായി ഇനിയും വരാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.